ആത്മവിദ്യാലയമേ, ഉള്ളിൽ നോക്കി പഠിക്കണം. പക്ഷിമൃഗാദികൾക്ക് പുറത്തേ നോക്കൂ, മനുഷ്യനാണ് ഉള്ളിൽ നോക്കിയത്. പുറത്ത് കോളേജും ക്യാമ്പസും യൂണിവേഴ്സിറ്റിയും ഒന്നും ഇല്ലാതെ, കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ലാബറട്ടറി ഇല്ലാത്ത കാലത്ത് ഉള്ളിലേക്ക് നോക്കിയിട്ട് എഴുതി വെച്ച രാമായണം പോലത്തെ, മഹാഭാരതം പോലത്തെ, ഉപനിഷത്ത് പോലത്തെ ഒന്നും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടാ? ഇല്ലല്ലോ. അന്ന് എഴുതിയ പോലെ ഒന്നും എഴുതാൻ പറ്റുന്നില്ല. പുറത്ത് ഇത്ര അറിവുണ്ടായിട്ടെന്താ? കാരണം ഏറ്റവും വലിയ വിദ്യ ഏതാ? ആത്മവിദ്യ. ഉള്ളിലേക്ക് നോക്കി പഠിക്കണം. ഇങ്ങോട്ടാണ്, ഇതിവിടെയാ ദൈവം, ഇങ്ങോട്ടാണ് ദൈവം. ഇവിടെയുള്ള വെളിച്ചത്തെ ഖനനം ചെയ്തെടുക്കലാണ് വിദ്യാഭ്യാസം. എൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ട്. ആ വെളിച്ചം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിലും മഠത്തിലും പോയിട്ട് തൊഴുന്നത്. എന്തിനാ? തൊഴുമ്പോൾ നട തുറക്കാൻ കാത്തു നിൽക്കുന്നില്ല അമ്പലത്തിൽ. നട തുറക്കാൻ എന്തിനാ കാത്തു നിൽക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ. എല്ലായിടത്തും ദൈവം കാണൂലേ? പിന്നെ ഈ അമ്പലത്തിൻ്റെ അകത്തേ ദൈവമുള്ളൂ. ഈശാവാസ്യം ഇതം സർവമെന്നല്ലേ? ദൈവം എല്ലായിടത്തും കുടികൊള്ളുന്നല്ലേ? മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്നുള്ള പാട്ട് കേട്ടില്ലേ? അത് ഈശാവാസ്യ ഉപനിഷത്താ. അങ്ങനെയുള്ള ദൈവത്തിന് പിന്നെ നട തുറക്കാൻ എന്തിനാ കാത്തു നിൽക്കുന്നത്? നട തുറക്കുന്നത് ദൈവം നമ്മളെ കാണാനാണെന്ന് ധരിക്കരുത്. നോ, നട തുറക്കുന്നത് ആ വിളക്കില്ലേ, ശ്രീകോവിലിൽ കത്തിച്ചു വെച്ച വിളക്കില്ലേ, ആ വിളക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ വെളിച്ചം ഏറ്റുവാങ്ങാനാ. അതെന്റെ പ്രക്രിയ എന്താ? കയ്യിലെ വിരലേതാ പ്രധാനപ്പെട്ടത്? ഏത് വിരലാ പ്രധാനപ്പെട്ടത്? ലൈക്കടിക്കുന്ന വിരൽ ഇതല്ലേ? ഈ വിരലിൻ്റെ ഈ നാട്ടിലെന്താ പേര് പറയാ? തള്ള വിരൽ എന്നല്ലേ? തള്ള. ഇതാണ് പഞ്ചായത്ത് പ്രസിഡന്റ്, ബാക്കി 4 മെമ്പർമാരാ. ഇതാണ് പ്രധാനി അല്ലേ? ഈ വിരലിനെ നമ്മൾ ദൈവം അല്ലേ പ്രധാനം? ഇങ്ങനെയല്ലേ തൊഴണ്ടേ? ആ വിരൽ ദൈവത്തിനെ കൊള്ള ചൂണ്ടണ്ടേ? ഇങ്ങനെ തൊഴണ്ടേ? പിന്നെ ഇതിനെ ഇങ്ങനെ തൊഴുന്നേ? ആ വിരൽ ഇങ്ങോട്ട്. എന്തിനാ തൊഴല്? അമ്പലത്തിലെ വെളിച്ചം ഇങ്ങോട്ടേക്ക് ഏറ്റുവാങ്ങല. അതാണ് തൊഴുന്നതിൻ്റെ അർത്ഥം. ഇവിടെ ഏറ്റുവാങ്ങിയാൽ ഇവിടെ മതിയോ? വികാരങ്ങളിൽ മാത്രം വെളിച്ചം മതിയോ? ചിന്തയിലും വേണം. അതുകൊണ്ടാണ് തൊഴുത് കഴിഞ്ഞാൽ ആ വെളിച്ചത്തിന് ഇങ്ങോട്ടൊരു കണക്ഷൻ കൊടുക്കുന്നതാണ്. മനസ്സിലായോ? മേലേക്കാവിലും താഴേക്കാവിലും ഇവിടെയാ. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് പ്രസാദം വാങ്ങുമല്ലോ. പ്രസാദം വാങ്ങും. പ്രസാദം വാങ്ങിയിട്ട് നെറ്റി തൊടുന്നതിന് മുമ്പ് അതിലെന്താ ചേർക്കുക? ക്ഷേത്രക്കുളത്തിലെ മണിക്കിണറിലെ വെള്ളം ചേർക്കും.